ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ റെജൈനയിലെ 2 ലൈബ്രറിയും, അതായത് സൗത്ത് സൈഡും നോർത്ത് സൈഡ് ലൈബ്രറിയിലും പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് സൗത്ത് സൈഡിലെ ലൈബ്രറിയാണ്. നമ്മൾ ചുമ്മാ ഇവിടുത്തെ ലൈബ്രറിയൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് പോയതായിരുന്നു. എനിക്ക് തോന്നുന്നു രണ്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് സൈഡിലെ ലൈബ്രറിയാണ് കുറച്ചും കൂടി വലുത്. കുറേ എന്താ പറയുക, എക്സ്ട്രാ കാര്യങ്ങളും സ്പേസും ഒക്കെ ഉള്ളത് സൗത്തിലാണ്. അപ്പോൾ ശരിക്കും നമ്മൾ താമസിക്കുന്ന നോർത്ത് സൈഡിലാണ്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി വലിയ ലൈബ്രറി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പതിയെ ലൈബ്രറിയിലുള്ളിലോട്ട് കയറി ഗൈസ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ബുക്കും ഇവിടുത്തെ ഒരു കാർഡുണ്ട്, ലൈബ്രറി മെമ്പർഷിപ്പ് കാർഡ് എന്തോ, അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് കാര്യങ്ങളൊക്കെ എടുക്കാം. ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങി നടന്നു, ബുക്കൊക്കെ നോക്കി. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, പല പല സെക്ഷൻസ് ഉണ്ട്. പിന്നെ ഗെയിമിൻ്റെ മറ്റേ ഗെയിം കളിക്കുന്നതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. മറ്റേ എന്താ പറയുക, PS5 ഗെയിമിങ് സെക്ഷൻ, പിള്ളേരുടെ ഒരു ഏരിയ അവിടെ ഉണ്ട്. പിന്നെ കൊച്ചു പിള്ളേരുടെ ഗെയിം കളിക്കുന്നതുണ്ട്. കണ്ടോ, ഇത് നമ്മൾ 2 ബുക്ക് നോക്കിയതായിരുന്നു എടുക്കാൻ വേണ്ടി. എന്നിട്ട് ഒരെണ്ണം നമ്മൾ എടുത്തു. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം ഏത് ബുക്കാണ് എടുത്തത്. ഇത് കണ്ടോ, ഇത് പിള്ളേർക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണേ. ഇത് മറ്റേ ഗെയിമിങ്ങിൻ്റെയൊക്കെ CD കാര്യങ്ങളൊക്കെ. ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീക്കുന്നതേ ഉള്ളൂ, അതാണ് ഇങ്ങനെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്. ഇടയ്ക്ക് കോട്ടുവായും വന്നത് കണ്ടോ, രാവിലെ ആയതേ ഉള്ളൂ ഇവിടെ. ഞാൻ അപ്പോഴാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ലൈബ്രറി ഇത് നമ്മളുടെ നോർത്ത് സൈഡ് ലൈബ്രറിയാണേ. നമ്മൾ അവിടെ പോയപ്പം അവിടെ ഇങ്ങനെ മറ്റേ ഗെയിമിൻ്റെ പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഗെയിമൊക്കെ കളിച്ചായിരുന്നു. പിന്നെ കുറേ ബുക്കൊക്കെ നോക്കി കറങ്ങി നടന്നു, കുഴപ്പമില്ല. പക്ഷെ ഇതൊരു ചെറിയ ലൈബ്രറി ആണെങ്കിലും ഇവിടെ ആൾക്കാർ കുറവാണ്. മറ്റവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഗെയിമൊക്കെ ഇരുന്ന് കളിച്ചു. പിന്നെ എന്ത് പറയാനാ, ഇതായിരുന്നു ഞങ്ങൾ കളിച്ച ഗെയിം. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഈ മറ്റേ ബിങ്കോ കളിക്കത്തില്ലേ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. ഞാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു കളർ, ഇപ്പം ഞാൻ ബ്ലാക്ക് കളർ എടുത്ത് വിച്ചു പച്ച എടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ഒരു 4 എണ്ണം ഒരേപോലെ ഒരേ ലൈനിൽ വരണം. ഒന്നുകിൽ നേരെയോ അല്ലെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞോ ആയാലും കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോൾ ജയിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം മനസ്സിലായില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തോറ്റു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ 2-3 വട്ടം കൂടെ കളിച്ചപ്പോൾ ഒരു വട്ടം ഞാൻ ജയിച്ചായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത്. ഉണ്ടോ, എനിക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അങ്ങ് ജയിച്ചു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അതും കളിച്ചിരുന്നു. പിന്നെന്താ, പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് മറ്റേ സിസ്റ്റമൊക്കെ യൂസ് ചെയ്യാൻ, ഗെയിമിങ്ങിനൊക്കെ പിള്ളേർ വരാറുണ്ട്. വീഡിയോ ഗെയിംസ് കളിക്കാൻ വരാറുണ്ട്, ഇതുപോലെ ഗെയിം കളിക്കാൻ, വായിക്കാൻ വരാറുണ്ട്. പിന്നെ ഓരോരോ പേഴ്സണൽ സ്പേസൊക്കെ ഉണ്ട്. അത് ഈ ബുക്കാണ് കേട്ടോ, സോൾ സെർച്ചിങ്. ഈ ബുക്കാണ് ഞാൻ ലാസ്റ്റ് എടുത്തത്. പിന്നെ ഞാനൊരു ബുക്ക് അവിടെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചായിരുന്നു, മിന്നായം പോലെ. അങ്ങനെ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ലൈബ്രറി വീഡിയോ. അപ്പോൾ